ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ വളരെ സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലെത്തുവാണ് കേട്ടോ. എന്നിട്ട് അമ്മയോട് പറയുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. പ്രകാശൻ അമ്മയോട് എന്നിട്ട് പ്രകാശൻ പറയാണ്, ഞാൻ പെൺമക്കളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും എൻ്റെ പ്രകാശം ആ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്നാ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഭാനുമതി അമ്മ. അപ്പോഴും പ്രകാശൻ പറയുന്നുണ്ട്, അതൊക്കെ അറിയാതെ ശ്രദ്ധിക്കണം. അവരൊന്നും മുമ്പിൽ ചെന്ന് കാർത്തികയും കൊണ്ട് പെടരുത്, അല്ലാണ്ട് നമുക്ക് പല കാര്യങ്ങളും സാധിക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും പ്രകാശനോട് അമ്മ ചോദിക്കുക, നിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വിക്രം ഇറങ്ങുമ്പോൾ അവനെയും കൊണ്ട് അവളെ കെട്ടിക്കാനല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഇച്ചിരി പ്രായക്കൂടുതലാണ് കാർത്തികയ്ക്ക്, എന്നാലും വേണ്ടിയല്ല, എങ്ങനെയും കെട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ അമ്മേ നമ്മൾ. അവനോട് എനിക്ക് ഇടയ്ക്ക് ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൻ്റെ ജാതകം രാജയോഗമുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഐശ്വര്യങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പ്രകാശിൻ്റെ അമ്മ പറയണം, ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണണ്ട, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടേക്കുന്നതൊക്കെ പൊളിഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്നൊക്കെ പ്രകാശനോട് പറയണം കേട്ടോ. പ്രകാശനപ്പം പറയാണ്, ഇതങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ അമ്മേ, തല ഉയർത്തി പിടിച്ച് എല്ലാവരും മുമ്പിൽ നടക്കണം. എന്തായാലും അമ്മ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ഇവിടുന്ന് പോവാം എന്നുള്ള രീതി പറയുവാണ്. പിന്നെ കാണിക്കുന്ന കല്യാണീനെയാണ്. നാളത്തെ കഴിഞ്ഞ് കാർത്തികയുടെ കട ഉദ്ഘാടനം ചെയ്യാൻ പാകത്തിന് ഇൻറ്റീരിയർ വർക്കൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസത്തെ ഇൻറ്റീരിയർ പണിയും കൂടെ ബാക്കിയുണ്ടെന്ന് കാർത്തിയോട് പറയുമ്പോൾ കാർത്തിക പറയുകയാണ്, പിറ്റേ ദിവസമായിരിക്കും ഉദ്ഘാടനം. എന്നിട്ട് ഒരു ചെക്ക് കൊടുക്കുവാണ്. ഞാനൊരു കൺസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു അഡ്വാൻസ് ആണ് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അയ്യോ ഇത്രയും വേണ്ട എന്ന് പറയുമ്പോൾ പറയും, അത് കുഴപ്പമില്ല, നിങ്ങളുടെ വർക്ക് എന്തായാലും എനിക്ക് വിശ്വാസമാണെന്ന് പറയുമ്പോൾ ഹരിസാറും പറയുന്നുണ്ട്, കല്യാണിയോട് മേടിച്ചോളം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൺസ്ട്രക്ഷൻ്റെ ഈ ചെക്ക് എന്തായാലും കിരണിന് കൊടുക്കണം, എനിക്ക് നിങ്ങളെ എന്തായാലും വിശ്വാസമാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഹരിസാറിനെ കൂട്ടിക്കൊണ്ട് കാർത്തിക കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന കല്യാണി കിരണിൻ്റെ അടുത്ത് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, 5% അല്ലെങ്കിൽ 10% നമ്മൾ അഡ്വാൻസ് ആയിട്ട് മേടിക്കുന്നത്, ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, അവരങ്ങനെയാണ്, എന്തോ എനിക്ക് അവരോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു, ഒരു പരിചയമുള്ള ഒരാളെ പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പം കിരണം പറയുന്നുണ്ട്, എന്തേലും ആട്ടെ, നല്ലതായിരിക്കും, നിൻ്റെ അടുത്ത് വന്ന ആൾക്കാരൊന്നും, നിന്നെ സ്നേഹിച്ച ആൾക്കാരൊന്നും ചതിച്ചിട്ട് പോകത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് കിരൺ ഇങ്ങനെ കല്യാണിയോട് പറയുവാണ്, മുത്തശ്ശി ഇപ്പം അപ്പുറം പണിക്കൊന്നും വരുന്നില്ലല്ലോ, എന്തോ കോള് പ്രകാശൻ അടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കല്യാണി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഭാനുമതി അമ്മ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുവാണേ, എടാ പ്രകാശ ഇപ്പം എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരാജ്ഞയെ പോലെ ഉണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. തിരിച്ച് പ്രകാശം ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കളിയാക്കുവാണ് കേട്ടോ. അവളെ എന്ത് കണ്ടിട്ടാണോ നിന്നെ അച്ചാന്ന് വിളിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശത്തിന് ചെറുതായിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. പിന്നെ ഒന്നും കാണാഞ്ഞിട്ടാണോ ആ പെണ്ണെന്നെ അച്ചാന്ന് വിളിച്ചതെന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് കാർത്തികയുടെ വീട്ടിൻ്റെ അവിടെ ചെന്നിറങ്ങുവാണ് കേട്ടോ. വീണ്ടും ഇവിടെ ചെന്നിറങ്ങുമ്പോഴേ കാർത്തിക ഇത് കാണുമ്പോഴേ കാർത്തികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയും, ആ മകനെ ഇങ്ങനെ ഒരു മൃഗമാക്കി മാറ്റിയ തള്ള ഇതേ വരുന്നുണ്ട് എന്ന് മനസ്സിൽ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറുവാണ്. കയറി കഴിയുമ്പോഴത്തേക്കും കാർത്തിക ഒന്നും അറിയാത്ത പോലെ ഭാനുമതി അമ്മയുടെ കാലത്തോട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുവാണ്. എന്നിട്ട് പിന്നെ അമ്മ അങ്ങ് അഭിനയം തുടങ്ങുവാണ്. അമ്മ പറയാണ്, മോളെ പോലൊരു 2 പെൺമക്കളുണ്ടായിരുന്നായിരുന്നു, ഇവനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ ഇളയവക്കാണെങ്കിൽ മിണ്ടാൻ പോലും പറ്റത്തില്ലായിരുന്നു, തലേ വെച്ചോണ്ട് ഇവൻ നടന്നത്, എന്നിട്ട് എന്താ അവനാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും തിരിച്ച് കാർത്തിക പറയുന്നുണ്ട്, നിങ്ങളെ ഇങ്ങനെ ചതിച്ചിട്ട് പോയ ആ 2 പെൺമക്കളെ എനിക്കൊന്ന് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ രണ്ടും ഞെട്ടുവാണ് കേട്ടോ. പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്, പണി പാളുക എന്നുള്ള രീതിയിൽ. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നത്, ഇപ്പോൾ ഒന്നും കാണണ്ട, പയ്യെ എപ്പോഴത്തേലും കണ്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഭാനുമതി പറയുന്നുണ്ട്, കാണിക്കാൻ മോളെ, പക്ഷേ കാണാൻ കൊള്ളാത്തില്ലാത്തവങ്ങളാണ്, കണ്ടാൽ പോലും ഞങ്ങൾ മാറിപ്പോകത്തേ ഉള്ളൂ, അത്ര വർക്കത്തില്ലാത്തവരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് കാർത്തിക പറയുകയാണ്, എന്തായാലും അമ്മ ചെല്ല്, റെസ്റ്റ് എടുക്കുക, റൂം കാണിച്ചു കൊടുക്കാൻ പ്രകാശനോട് പറയുകയാണ്. അങ്ങനെ അവർ റൂമിലോട്ട് പോകുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്